സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ പാർട്ടി പലപ്പോഴും ചില കാര്യങ്ങളിൽ കാണിക്കുന്ന ചില പരാമർശങ്ങൾ, അവരുടെ വാദഗതികൾ, നിലപാടുകളൊക്കെ തന്നെ പരക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വിചിത്രമായ ചില വാദഗതികളൊക്കെ തന്നെ അവർ പറയാറുമുണ്ട്. ഇപ്പോൾ അവരുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ, ബിനോയ് വിശ്വം തന്നെ വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് നമ്മുടെ പൊളിറ്റിക്കൽ എയറിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. CPIക്കാർക്ക് മദ്യപിക്കാമോ എന്നുള്ളതാണ്. മദ്യപിക്കാം എന്നാണ് ഈ പാർട്ടി പറയുന്നത്. മദ്യപിക്കണം എങ്കിൽ പൊതുനിരത്തിൽ പാടില്ല, വീട്ടിലിരുന്ന് ചെയ്യണം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. എന്ന് വെച്ചാൽ നിങ്ങൾ മദ്യപിച്ചോളൂ, മദ്യപിക്കാൻ പെർമിഷൻ കൊടുത്തു എന്നല്ല. മദ്യപിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് മദ്യപിക്കണം, ബഹളം വെക്കാൻ പാടില്ല, പൊതുനിരത്തിൽ പോയി ബഹളം വെച്ച് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരും തന്നെ കള്ളു കുടിക്കാൻ വേണ്ടി ചീത്ത ഗ്രൂപ്പുകളിൽ, ചീത്ത കമ്പനികളിൽ, ചീത്ത കൂട്ടുകെട്ടിൽ പോയി പെടുകയും ചെയ്യരുത് എന്ന് പറയുന്നു. മാത്രമല്ല, ഏതെങ്കിലും പ്രമാണിമാരിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ ഒക്കെ പണം വാങ്ങി കുടിക്കരുത് എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. എത്ര വിചിത്രമായ വാദം! ഇത് സെക്രട്ടറി തന്നെ പറഞ്ഞതാണ് കേട്ടോ, വേറെ ആരുമല്ല. സെക്രട്ടറി തന്നെ പാർട്ടിക്കാരോട് പറഞ്ഞതാണ്, നിങ്ങൾ പണം വാങ്ങി ആരിൽ നിന്നും, കള്ളന്മാരിൽ നിന്നും പണം വാങ്ങരുത്, പ്രമാണിയിൽ നിന്നും പണം വാങ്ങരുത്, കുടിക്കാൻ വേണ്ടി പണം വാങ്ങരുത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങാമെന്നാണോ? അങ്ങനെ ഒരു നിയമത്തിന് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് നിങ്ങൾ പറയുക? ഈ വലിയ കഷ്ടാൽ കഷ്ടം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ. ഈ പാർട്ടിയിലെ ആളുകൾ ഇക്കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് പാർട്ടിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളതല്ലേ? അപ്പോൾ CPIക്കാർ തീർച്ചയായും മദ്യപിക്കുന്ന ആളുകളാണെന്ന് ഇപ്പോൾ പബ്ലിക്ക് അറിഞ്ഞിരിക്കുന്നു. അത് അറിയിച്ചത് പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ പെരുമാറ്റച്ചട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ മദ്യപിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് മദ്യപിക്കണം, പൊതുനിരത്തിൽ പാടില്ല. പൊതുനിരത്തിൽ നിങ്ങൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയാൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കും. ഇനി മദ്യപിക്കണമെങ്കിൽ അതിനുള്ള കാശ് അധ്വാനിച്ചുണ്ടാക്കണം. ഏതെങ്കിലും പണമുതലാളിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പോക്കറ്റടിക്കാരിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ ഒന്നും പൈസ വാങ്ങി കുടിക്കരുത്. ഇതൊക്കെ ഒരു പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വർത്തമാന കാലത്തിൽ പറഞ്ഞു ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ഒരു തോന്നലുണ്ടാകുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മളെ ആരും കുറ്റം പറയേണ്ടതില്ല. കാരണം ഒരു പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഇത് പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടാൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. ഭരണത്തിൻ്റെ തണലിൽ പാർട്ടി അണികൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതൊക്കെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ. അത് CPIക്കാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ, പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞതാണ്, ബിനോയ് വിശ്വം പത്രക്കാരോട് പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റുകാർ കള്ളു കുടിക്കാൻ വേണ്ടി ചീത്ത കമ്പനി ഉണ്ടാക്കരുത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ CPM കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ CPMനും കൊടുത്ത ഉപദേശമാണോ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. CPIക്കാർക്ക് ഉപദേശിക്കുന്ന മട്ടിൽ CPMനും കൊടുത്ത ഒരു ഉപദേശമാകാം പൊതുനിരത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കരുത് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് നേതൃത്വം തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും തന്നെ ഇതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട സ്വഭാവ രീതി പുലർത്തുന്നവരല്ല. അവർ അത്യാവശ്യം പിടിയും വലിക്കും, കള്ളും കുടിക്കും, മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളത് വാർത്തകളിൽ വരുന്നുണ്ട്. എല്ലാവരുമല്ല കേട്ടോ, നല്ലവരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ എനിക്ക് നേരിട്ടറിയാം, എല്ലാവരുമല്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് കഷ്ടമാണ്. CPIക്കാർ കുറച്ചൊക്കെ ഭേദമാണെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിലും പാർട്ടി സെക്രട്ടറി തന്നെ അങ്ങനെ അല്ല എന്നുള്ള വിവരം പുറത്ത് പറഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുണ്ടിൽ ഒരു ചിരി കൊണ്ടുവരുന്നതിന് തുല്യമാണ്. എന്തായാലും ഇത് കേട്ടിട്ടാണെങ്കിലും CPIക്കാരെങ്കിലും ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അനുസരിച്ച്
കണ്ടാൽ നമുക്കെല്ലാം വലിയ സന്തോഷം. ഈ പൊതുനിരത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരു പാർട്ടിക്കാരനെയും പൊതുജനം സ്വീകരിക്കില്ല, പൊതുജനം അംഗീകരിക്കുകയുമില്ല. നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഇത്തരം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. പ്രമാണിമാരിൽ നിന്നും കാശൊന്നും വാങ്ങി കള്ളു കുടിക്കാൻ പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് ആ നിലയിൽ അതിൻ്റെ ട്രൂ സെൻസിൽ സെക്രട്ടറി പറഞ്ഞതിനെ അംഗീകരിക്കുന്നതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇഷ്ടം. സെക്രട്ടറിയുടെ വാക്കുകൾ അണികൾ ചെവിക്കൊണ്ടാൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. നന്ദി.